വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ കഴിവതും മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. വേറെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന്. എത്രയെത്ര ചെറുപ്പക്കാരാണ് വിവാഹത്തിന് വേണ്ടി ഇന്ന് ഈ കേരളത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആലോചനകൾ അവർ നടത്തുന്നു, പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആവുന്നില്ല. എന്തുകൊണ്ട്? അതും അവർക്ക് വിവാഹം നടക്കാത്തതിന് മൂല്യ കാരണമായതും ഇവിടുത്തെ ചെറുപ്പക്കാർ തന്നെയല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പഠിക്കാൻ പറ്റുന്ന പെൺകുട്ടികളെ അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ കെണിയിൽ വീണും അകപ്പെട്ടും മറ്റും കീഴ്പ്പെട്ട് വിവാഹിതരായവരും വീട്ടുകാർ നടത്തിവിട്ട കല്യാണങ്ങളും എത്രയെത്ര കല്യാണങ്ങളാണ് സ്ത്രീകൾ പെൺകുട്ടികളുടെ മരണങ്ങളിലേക്ക് നയിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിവാഹത്തെ ഭയപ്പെടുന്നത്, അല്ലേ? അപ്പം ഇന്ന് കേരളത്തിൽ ഇതുപോലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ വിവാഹപ്രായം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല രാജ്യങ്ങളിൽ പലതാണ് വിവാഹപ്രായങ്ങൾ. നമുക്കറിയാം, ഇറാൻ ഇറാഖ് പോലുള്ള യുദ്ധങ്ങളുടെ നടുവിൽ ജീവികൾ അവിടുത്തെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹപ്രായങ്ങൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇറാഖും ഇറാനും പോലുള്ള രാജ്യങ്ങൾ അവർ കുട്ടികളിലേക്ക് വിവാഹം എന്ന ഒരു നിബന്ധന അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 15 വയസ്സുള്ള ആൺകുട്ടിയും 9 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് അവിടെ വിവാഹപ്രായമായി അവർ ബന്ധനത്തിലേക്ക് നയിക്കാൻ അവരുടെ വിവാഹപ്രായം. ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ പെൺകുട്ടികൾക്ക് 9 ആൺകുട്ടികൾക്ക് 15 വിവാഹപ്രായം. ഈ ഒരു പ്രായത്തിൽ നമ്മൾ ആലോചിക്കും, ഇവിടെ കേരളത്തിലെ കുട്ടികൾ എന്താണ് ഇവിടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കുട്ടികളുടെ അവസ്ഥ കേരളത്തിലെ കുട്ടികൾ അവർ എന്ത് സ്വാതന്ത്ര്യത്തോടെയാണ് പറന്നു നടക്കുന്നത്. അച്ഛനമ്മമാരുടെ കൂടെയുള്ള ജീവിതം, സുഖകരമായ ജീവിതം, വിദ്യാഭ്യാസം. എന്നാൽ ഇറാഖ് പോലെയുള്ള മറ്റ് രാജ്യങ്ങൾ അവിടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ വിവാഹത്തിലേക്ക് നയിക്കുവാൻ ഉള്ള ബില്ലുകൾ പാസ്സാക്കുന്നു. മാർബറിക് ബില്ലിന്റെ മറവിൽ കൊച്ചുകുട്ടികളേക്ക് വിവാഹത്തിന്റെ നൂലാമാലകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് വിവാഹമെന്ന ബന്ധനം അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. വിവാഹം അവരുടെ അവർക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാവകാശമില്ലേ? അവർക്ക് വിവാഹ സങ്കല്പങ്ങളില്ലേ? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇത് 9-15 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് എന്തറിവാണ് ഇതിനെക്കുറിച്ചുള്ളത്? എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക? ഒരു 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് 12 വയസ്സുള്ളൊരു കുട്ടി ഒരു കുഞ്ഞിനെയും മുഖത്ത് വെച്ച് പോകുന്ന കാഴ്ച നമ്മളിലുണ്ടാകുന്ന ഒരു അരോചകത്വമുണ്ട്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അവിടെയാണ് വ്യത്യാസമാകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിച്ചു നോക്കുക. അത്രത്തോളം ആണ് കുട്ടികളെ അത് അവർ 9 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്യൂബർട്ടിയിലെത്താനുള്ള പ്രായത്തിൽ പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ പക്വതയില്ലാത്ത പ്രായത്തിൽ, ഒരു അറിവുമില്ലാത്ത പ്രായത്തിൽ ഇത്തരം രാജ്യങ്ങൾ വിവാഹം നടത്തിവിടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നത്. ലോകാരോഗ്യ സംഘടനകളോ മറ്റോ ഇത്തരം രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനോ ഒന്നും മുതിരാറില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇന്നും ഇത്രയും പ്രായത്തിന് താഴെ അല്ലെങ്കിലും ഒരു 18-17 വയസ്സുള്ള കുട്ടികളെ താഴെ വിവാഹം ഇന്നും നടക്കുന്നുണ്ട് കേരളത്തിൽ, ഒളിഞ്ഞും മറഞ്ഞും നമുക്ക് തന്നെ അറിയാൻ കഴിയും. എന്നാൽ മതങ്ങളുടെ മറവിൽ നടക്കുന്ന ഇത്തരം വിവാഹങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളോ അതുപോലെ തന്നെ പൊതുപ്രവർത്തകരോ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട്? അവർക്ക് ചിന്തിക്കാൻ അവകാശമില്ലേ? അവരിവിടത്തെ പൗരന്മാരല്ലേ? അവർക്ക് അവരുടെ വിവാഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഇത്ര ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് 17, 16, 15, 18 വയസ്സായിക്കോട്ടെ, അവരെ കല്യാണം കഴിക്കുന്നവർ ചിലപ്പോൾ ആ ഒരു ഏജിലുള്ളവരായിരിക്കണമെന്നില്ല. 40, 35 വയസ്സുള്ളവർ അവരെ കെട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് അവർക്കുണ്ടാകുന്ന ജീവിതങ്ങൾ നരകതുല്യമായ ജീവിതങ്ങളാകാം, സുഖകരമായ ജീവിതങ്ങളുമാകാം. എന്തു തന്നെ ആയിക്കോട്ടെ, ഇന്ന് വിവാഹത്തിൽ മിക്കമുള്ള കേരളങ്ങളിൽ പരാജയങ്ങളായി തന്നെയാണ് മാറപ്പെടുന്നത്. ഒന്നിക്കിൽ മരണം പെൺകുട്ടികളുടെ മരണത്തിലേക്കായിരിക്കും അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെയാണ് വിവാഹം നടത്തിയത്, അല്ലെങ്കിൽ അവർ സ്വന്തമായി തിരഞ്ഞെടുത്ത പങ്കാളിക്കൊപ്പമാണ് പോയിട്ടുണ്ടാവുക. എങ്കിൽ കൂടി അവരുടെ ആ ചോയ്സ് അവിടെ മോശം തന്നെയായി മാറുകയാണ്. അവരുടെ വിവാഹങ്ങൾ അറിവും വിദ്യാഭ്യാസവുമുള്ള പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ട് പരാജയങ്ങളാവുന്ന കാലത്താണ് 9 വയസ്സുള്ള പെൺകുട്ടിയും 15 വയസ്സുള്ള ആൺകുട്ടിയും എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? എന്ത് വിദ്യാഭ്യാസമാണ് അവർക്കുള്ളത്? എന്തറിവാണുള്ളത്? ആ പ്രായത്തിലേക്ക് എങ്ങനെ ഒരു ജീവിതം അവർ മുന്നോട്ട് നയിക്കും? ചിന്തിക്കുക. ഇവിടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ മാതാപിതാക്കൾക്കൊപ്പം കളിച്ച് ചിരിച്ച് സഹോദരങ്ങൾക്കൊപ്പം കളിച്ച് തിരിച്ച് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ മറ്റ് രാജ്യങ്ങളുടെ സ്ഥിതികൾ ആലോചിച്ച് നോക്കുക. ചെറുപ്രായത്തിലെ വിവാഹത്തിലേക്ക് നയിച്ച് ഒരു കുഞ്ഞിനെയും ചുമന്ന് ജീവിതകാലം മുഴുവൻ നീറി ജീവിക്കേണ്ട ജീവിതങ്ങൾ. വെറും 9 വയസ്സുവരെയുള്ള മാത്രം സ്വതന്ത്രമായി ജീവിക്കുക. അത് കഴിഞ്ഞ് അങ്ങോട്ടൊരു അടിമയെ പോലെയുള്ള ജീവിതം. ഒരു കുഞ്ഞിനെയുമായി സ്വന്തം നിലയിൽ കുഞ്ഞുങ്ങളെ പോലെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ മറ്റൊരു കുഞ്ഞിനെ ഒക്കത്വം വേറി ദുരിത ജീവിതം നയിക്കുന്ന യാചനകളുടെ ജീവിതങ്ങൾ. ഇത്തരം രാജ്യങ്ങൾ എന്താണ്? യുദ്ധങ്ങൾക്കിടയിലും കാര്യക്ഷമമായ ഭരണങ്ങൾക്കിടയിലും ഇത്തരം ബില്ലുകൾ പാസ്സാക്കി
വിവാഹം എന്നതിലേക്ക് ആ കുട്ടികളെ നിങ്ങൾ ബലിഷ്ഠമായി അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് വെച്ച് പുലർത്തുന്ന നയം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തികളിലേക്ക് മുതിരുന്നത്? പല ബില്ലുകളുടെയും മറവും പിടിച്ച് നിങ്ങൾ ഈ പിള്ളേരെ വിവാഹത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ്. വരും തലമുറ നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാകും? നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെയല്ലേ ഇത്തരം പ്രവർത്തികൾ നിങ്ങളുടെ രാജ്യത്തെ കൊണ്ട് ഇത്തരം പ്രവർത്തികൾ നിങ്ങളുടെ രാജ്യത്തെ കൊണ്ട് ചെന്നെത്തിക്കുക? നിങ്ങൾക്കൊരു കാര്യക്ഷമമായി ചിന്തിക്കുന്ന ഒരു യുവതലമുറ ഇതിലൂടെ വളർത്തിയെടുക്കുവാൻ സാധിക്കുമോ? ചിന്തിക്കുക. വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുവാൻ സാധിക്കുമോ? എന്താണ് സമൂഹത്തിന് നൽകുന്ന അറിവുകൾ? നമുക്കറിയാം, ഇവിടെ വിവാഹപ്രായങ്ങളിൽ പല ബാധിക്കുന്നവരുണ്ട്, പല അപ്പീലുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. വിവാഹപ്രായം മാറ്റണമെന്നും ഇപ്പം തന്നെ ചെറിയ പ്രായമായിരിക്കാം. വിവാഹത്തിൻ്റെ പ്രായം തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നവരല്ലേ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ വിവാഹം കഴിക്കേണ്ടത്? അവർക്കല്ലേ അതിനുള്ള ബോധം? അവരല്ലേ പ്രായം തീരുമാനിക്കേണ്ടത്? അതിന് മറ്റുള്ളവരെന്തിന് കൈകടത്തുന്നു? അവർക്ക് വിവാഹം എപ്പം വേണോ അപ്പം കഴിക്കട്ടെ. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.